നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ വലിയ നഷ്ടമാണ് പോയ വാരവും ഉണ്ടായത്. നിഫ്റ്റി 11,000-ന് താഴേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. നിരവധി സെക്ടറുകളിലും ഇതിൻ്റെ തിരിച്ചടി ഉണ്ടായി. വിപണിയിൽ സ്വാഭാവികമായിട്ടും നിക്ഷേപകർക്ക് അതിൻ്റെതായ ആശങ്ക ഇപ്പോഴുമുണ്ട്. അതുപോലെ മാർക്കറ്റ് വാച്ചിൽ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ നഷ്ടം വിപണിയിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പ്രധാനപ്പെട്ട സെക്ടറുകളെല്ലാം തന്നെ നഷ്ടമുണ്ടായി. പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലും അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. എന്താണ് വിപണിയിൽ സംഭവിക്കുന്നത്? നിക്ഷേപകരും സ്വാഭാവികമായിട്ടും വലിയ ആശങ്ക ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. എന്താണ് വിപണിയുടെ വരും ദിവസങ്ങളുടെ ഒരു ഗതി എന്നൊരു ആശങ്കയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. എന്താണ് പോയ വാരത്തിൽ വിപണിയിൽ സംഭവിച്ചത്? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അഭിലാഷ്, മാർക്കറ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇല്ലാതെയാണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിൽ തന്നെയാണ്. വരും ദിവസങ്ങളിലും ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഒന്ന് IL&FSന്റെ ബോണ്ട് ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഡിഫോൾട്ട് തന്നെയാണ് മേജർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത്. ഈ ഡീപ്പ് കറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ ഈ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ന്യൂസ് തന്നെ, ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ തന്നെയാണ്. അതുപോലെ NBFCയുടെ ലിക്വിഡിറ്റി ക്രൈസിസ്, ഇതൊക്കെ എന്ത് ആണ് ഇതിൻ്റെ റിയൽ ഇമ്പാക്റ്റ് എന്നുള്ളത് ഇപ്പോഴും വിസിബിൾ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡെപ്തിനനുസരിച്ച് മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാകാം. അതോടൊപ്പം തന്നെ മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം ബാധിച്ചിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ വിസിബിലിറ്റി ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു വിസിബിലിറ്റി വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ യെസ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, ഈ രണ്ട് ഇഷ്യൂ ആണ് മേജറായിട്ടും നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൊമസ്റ്റിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ റൈഡ്, അതിൽ US ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക്, ഇതൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തു പോകുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഗ്ലോബലി വന്നിരിക്കുന്ന ഇഷ്യൂ. അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവായിട്ടുള്ള സെല്ലിംഗ് മോഡിലാണ്. മാർക്കറ്റ് ഇപ്പോഴും ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പോകാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ പോലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് പോകാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ തന്നെയാണ്. അതല്ലാത്ത സാഹചര്യത്തിലായിരുന്നെങ്കിൽ മാർക്കറ്റ് അഗൈൻ വീണ്ടും 10,000 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ ഇപ്പോഴും മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള വിസിബിലിറ്റി ഇല്ല. മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എനിക്കൊന്നൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി ക്ലാരിറ്റി വന്നതിന് ശേഷം പല സ്റ്റോക്കിലും പല സെക്ടറിലും വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പോൾ എഗെയിൻ മാർക്കറ്റ് കമ്മിങ് 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ എഗെയിൻ വോളറ്റിലിറ്റി കൂടാം. എന്താണോ ഇപ്പോൾ റേസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂ, അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഡിഫെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുക, നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള സ്റ്റോക്കും ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നല്ലത്. കാരണം ഇനിയും കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഈ ഇഷ്യൂ വീണ്ടും റേസ് ചെയ്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയിട്ടിരിക്കുക. നമ്മൾക്കറിയാം പല മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ വലിയ ലോസ് ഇൻവെസ്റ്റേഴ്സിന് സംഭവിച്ചു. അതിനുശേഷം എഗെയിൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള നല്ല സൗണ്ട് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്ത സ്റ്റോക്കിൽ പോലും ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വറീഡാണ്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിലെല്ലാം തന്നെ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. പക്ഷേ ഒരു കാര്യം മനസ്സിലാകും, ഇക്വിറ്റി ഈസ് എ ലോങ് ടൈം അസറ്റ് ക്ലാസ്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ക്രൈസിസ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുമുണ്ട്. നമ്മൾക്ക് പഴയ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഇങ്ങനെയുള്ള ക്രൈസിസ്, ഇങ്ങനെയുള്ള വോളറ്റിലിറ്റി ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹയർ വാല്യൂയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ച് വറിയാകേണ്ട കാര്യമില്ല. ഇപ്പോൾ മാരുതി എടുക്കുകയാണെങ്കിൽ 10,500 വന്ന മാരുതി 7,500ലേക്ക് മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഏകദേശം 30% മുകളിൽ കറക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു പെയിൻഫുള്ളാണ്. അപ്പോൾ അങ്ങനെ പല സ്റ്റോക്ക്, ഇപ്പോൾ LIC ഹൗസിംഗ് ഫൈനാൻസ് എടുത്താലും അങ്ങനെ ഏത് സ്റ്റോക്ക് എടുത്താലും ഇങ്ങനെ ഒരു കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ വാല്യൂ ഇറോഡ് ചെയ്തു പോകുന്ന നമുക്കൊരു പോയിന്റിലും നമുക്ക് സഫർ ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും പേഷ്യൻസോട് കൂടി ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഇതിനു മുമ്പത്തെ ഒരു 10 വർഷത്തെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു 15 ഇയേഴ്സ് ഈ സ്റ്റോക്കിൻ്റെ ഒക്കെ മൂവ് എടുക്കുകയാണെങ്കിൽ, ഈവൻ എക്സാമ്പിൾ നമ്മൾ മാരുതി തന്നെ എടുക്കുകയാണെങ്കിലും 6,300 വന്നിട്ട് മാരുതി അഗൈൻ 4,700ലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ഡിമോണിറ്റൈസേഷൻ സമയത്ത്. അപ്പം അങ്ങനെയുള്ളൊരു മൂവാണ്. വീണ്ടും ആ സ്റ്റോക്ക് തന്നെയാണ് എഗൈൻ 10,500ലേക്ക് മൂവ് ചെയ്തു, എഗൈൻ 7,500 വന്നു, എഗൈൻ 10,000 അടുത്തേക്ക് മൂവ് ചെയ്തു. ഇപ്പോൾ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഓരോ സ്റ്റോക്കിലും വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ
വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുക, നല്ല മാനേജ്മെൻ്റ് ആണെങ്കിൽ ഏത് ക്രൈസിസിനെയും ഓവർകം ചെയ്യാൻ ഈ സ്റ്റോക്കിന് കഴിയും. അതുകൊണ്ട് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ടൈം അസറ്റ് ക്ലാസ്. അത് ഓരോ ഇൻവെസ്റ്ററും മനസ്സിലാക്കുക. വോളറ്റിലിറ്റി ഇതിൻ്റെ പാർട്ടാണ്. വോളറ്റിലിറ്റി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ വരിക എന്നുള്ളതാണ്. ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക. അപ്പോൾ ഈ കറക്ഷൻ, ഈ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ NBFCകൾ, ഒപ്പം തന്നെ ഹൗസിംഗ് ഫിനാൻസ് മേഖലകളിലെല്ലാം തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. യെസ് ബാങ്ക് ഓഹരികളിലും തിരിച്ചടി ഉണ്ടായി. റിസർവ് ബാങ്കിൻ്റെ ഇടപെടൽ യെസ് ബാങ്കിൽ വലിയ നഷ്ടമുണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് ഈ മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് വരുന്ന ആളുകളിൽ കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ സെക്ടറിലേക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യത ഏതെങ്കിലും തരത്തിൽ ഉണ്ട്. അത്തരം ഒരു ആശങ്ക പല നിക്ഷേപകരും പല ഘട്ടങ്ങളിലും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഒപ്പം തന്നെ യെസ് ബാങ്ക് അടക്കമുള്ള സ്റ്റോക്കുകളിൽ ഏത് സ്ട്രാറ്റജിയാണ് ഇനി എടുക്കേണ്ടത്? പക്ഷേ യെസ് ബാങ്കിനെ സംബന്ധിച്ച് ഷോർട്ട് ടൈം ഒരു നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾക്കറിയാവുന്ന ന്യൂസുകൾ തന്നെയാണ്. റിലേറ്റീവ് ആയിട്ടുള്ള കമ്പനിയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി ക്ലാരിറ്റി ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് സംഭവിച്ചത്. യെസ് ബാങ്കിനെ സംബന്ധിച്ച് വളരെ നല്ല റിസൾട്ട്, നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ബാങ്ക്, അതോടൊപ്പം തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടുതൽ, വളരെ ചെറിയ പീരീഡിൽ വളരെ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തൊരു ബാങ്കാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. കാരണം ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ എഗൻ ഹോൾഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്താൽ ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ആ ഇഷ്യൂ സോൾവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് പോകും. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് കുറയും. അതാണ് ഈ സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് IT സെക്ടറിലും ഫാർമ സെക്ടറിലും ഒക്കെ തന്നെ ഇങ്ങനെ ഇഷ്യൂ വരുമ്പോൾ ആ സെക്ടറിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറി നിൽക്കും, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറി നിൽക്കുമ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ റീസെൻ്റായിട്ട് NBFCക്കും അല്ലെങ്കിൽ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികൾക്കൊക്കെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് യെസ് ബാങ്കിലും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികൾ, ഈ യെസ് ബാങ്കൊക്കെ തന്നെ ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലാണ്. അതിൻ്റെ ഒരു റീസൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ആ ഇഷ്യൂവിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യെസ് ബാങ്ക് അല്ലെങ്കിൽ LIC ഹൗസിംഗ് ഫൈനാൻസ് ഒക്കെ തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ബൈയിങ് മോഡിൽ നിൽക്കുന്നത് നന്നായിരിക്കും. ഇനിയും കറണ്ട് ലെവലിൽ നിന്നൊരു ഡീപ്പ് കറക്ഷനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. എന്തായാലും ഓവറോൾ മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഭുവനൻ, വളരെ വോളറ്റൈലായിട്ടാണ് വിപണി നീങ്ങുന്നത്. പ്രത്യേകിച്ചും വരുന്നയാഴ്ചയും ഇത്തരം ഒരു സാധ്യത തന്നെയാണോ താങ്കൾ കാണുന്നത്? കൂടുതൽ നഷ്ടം വിപണിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചില അനലിസ്റ്റുകൾ ഇപ്പോൾ തന്നെ സൂചന നൽകുന്നുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? നെക്സ്റ്റ് വീക്ക് ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാം. അഗെയിൻ ഡിസൈഡ് ചെയ്യുന്ന ഒന്ന് NBFC അല്ലെങ്കിൽ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനികളുടെ ലിക്വിഡിറ്റി ഇഷ്യൂ ആണ് മേജറായിട്ടുള്ളൊരു ന്യൂസായിട്ട് നമുക്ക് നിലനിൽക്കുന്നത്, ഹോട്ട് ന്യൂസായിട്ട് നിലനിൽക്കുന്നത്. 2 ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്ത് പോകുന്ന ഇതിൻ്റെയൊക്കെ ഡെപ്തിനനുസരിച്ച് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. എന്തായാലും നെക്സ്റ്റ് വീക്ക് അഗെയിൻ മാർക്കറ്റ് വോളറ്റൈൽ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കറണ്ട് ലെവലിൽ ചിലപ്പോൾ ചെറിയ റിക്കവറി സംഭവിക്കാം. എങ്കിൽ പോലും മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് നെക്സ്റ്റ് വീക്ക്, അതിൽ കമ്മിങ് 1 മന്ത് എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിനായിരിക്കും നല്ലത്. ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അഡ്വൈസബിൾ. അതോടൊപ്പം തന്നെ നല്ല സെയിൽസ് അല്ലെങ്കിൽ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിലേക്ക് മാത്രം നമ്മളുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. മാർക്കറ്റ് വാച്ചിന് ഈ ആഴ്ച ലഭിച്ച ഒരു കത്തിലേക്കാണ് പോകുന്നത്. ശ്രീ രാധാകൃഷ്ണൻ നായരുടെ കത്താണ് ഈ ആഴ്ച എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഈ സ്റ്റോക്കുകളിൽ ഏത് തരത്തിലുള്ള നിലപാട് എടുക്കണം, ഇത് ഹോൾഡ് ചെയ്യേണ്ടതുണ്ടോ, അതോ ഏതെങ്കിലും തരത്തിൽ ഓഹരികൾ ലാഭമെടുക്കേണ്ട ഓഹരികളുണ്ടോ, വിറ്റുമാറേണ്ട സാഹചര്യം ഏതെങ്കിലും സ്റ്റോക്കുകളിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് രാധാകൃഷ്ണൻ നായർ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ നീണ്ട ഒരു പോർട്ട്ഫോളിയോയാണ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ BL, എക്സൈഡ്, അശോക് ലൈലാൻഡ്, സൺഫാർമ, ഫെഡറൽ ബാങ്ക്, BPCL, കോട്ടക് മഹീന്ദ്ര, ഇൻഡസിൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെക്കുറിച്ചാണ് ശ്രീ രാധാകൃഷ്ണൻ നായർ ചോദിക്കുന്നത്. അഭിലാഷ്, ഇതിൽ സ്റ്റോക്ക് സെലക്ഷനൊക്കെ തന്നെ നല്ലതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ലെറ്ററൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സെലക്ഷൻ നല്ലതാണ്. പക്ഷേ എത്ര ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്കിലും ഇപ്പോൾ കറക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാരുതി എടുത്താലും LIC ഹൗസിംഗ് ഫിനാൻസ് എടുത്താലും എല്ലാ സ്റ്റോക്കിലും IT ഫാർമ ഒഴിച്ച് എല്ലാ സ്റ്റോക്കിലും ഈ കറക്ഷൻ മോഡലാണ്. കാരണം IT ഫാർമ സെക്ടർ ഐഡിയൻ്റെ ഒരു പ്രധാന റീസൺ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു പോകുന്നു. അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ളൊരു സാധ്യത തന്നെയാണ്. അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ വലിയ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാത്തത്.
എന്തായാലും ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോഴും കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുക. ഷോർട്ട് ടൈം വ്യൂവിൽ മാർക്കറ്റിൽ ക്ലാരിറ്റി കുറവാണ്. അതുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിട്ടുള്ളത്. ഞാൻ എഗെയിൻ പറയുന്നു, 2018 എന്ന് പറയുന്ന വോളറ്റിലിറ്റി വളരെ കൂടാനുള്ള സാധ്യത, എഗെയിൻ സ്റ്റേറ്റ് ഇലക്ഷൻസ് വരുന്നു. ഇതൊക്കെ വരും ദിവസങ്ങളിൽ വളരെയധികം വോളറ്റിലിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇങ്ങനെയുള്ള ചില ന്യൂസുകൾ, ഇപ്പോൾ യെസ് ബാങ്ക് റിലേറ്റഡ് ആണെങ്കിലും ഐലൻഡ് എഫേഴ്സ് ആണെങ്കിലും ദിവാൻ ഹൗസിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ ഇത് മാർക്കറ്റിനെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരു ഷോർട്ട് ടൈം വ്യൂവിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതുപോലെ സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. അതുപോലെ സിംഗിൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. മിനിമം ഒരു 5 to 10 സ്റ്റോക്ക്, 5 സെക്ടർ, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഒരു 1 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 5 സെക്ടർ എടുക്കുക, 10 സ്റ്റോക്ക് എടുക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. റിസ്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒരിക്കലും സിംഗിൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വളരെ നല്ലതാണ്. ഇതിൽ BL നമുക്കറിയാം കണ്ടിന്യൂസ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത സ്റ്റോക്കാണ്. 193 വരെ മൂവ് ചെയ്ത സ്റ്റോക്ക് ഇപ്പോൾ എഗെയിൻ അത് 81 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ ഇതിൻ്റെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ന്യൂസുകൾ അനൗൺസ്മെൻറ്റ് കൊണ്ടാണ് സ്റ്റോക്ക് എഗെയിൻ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഇതിന് പ്രോഫിറ്റബിലിറ്റി എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത, അതാണ് പ്രധാനമായിട്ടും ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ളൊരു പ്രധാന റീസൺ. എഗെയിൻ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു 72 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് എഗെയിൻ കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം ഹയർ വാല്യൂവിൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. 97 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോഴത്തെ ലെവൽ 81 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്താൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ദെൻ എക്സൈഡ് ആണ്. എക്സൈഡ് ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബുള്ളിഷ് പാറ്റേണിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓൾ ടൈം ഹൈഡ് അടുത്താണ് സ്റ്റോക്ക് എഗെയിൻ ട്രേഡ് ചെയ്യുന്നത്. ഇവരുടെ സെയിൽസ് ഗ്രോത്ത് തന്നെയാണ് പ്രധാനമായിട്ടും ഇത് വിസിബിൾ ആയിട്ടുള്ള. റീറ്റെയിലിലേക്ക് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ കറണ്ട് ലെവലിന് വലിയ റൈഡിനുള്ള പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ടൊന്നും എനിക്ക് കുറച്ചും കൂടെ പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ഷോർട്ട് ടൈം ചിലപ്പോൾ റൈഡിനുള്ള പോസിബിലിറ്റി ഉണ്ട്. എങ്കിൽ പോലും വാല്യുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത്ര ഒരു ഫെയർ വാല്യൂവിലല്ല, ഒരു ഫെയർ വാല്യൂ പ്ലസ്സിലാണ് എക്സൈഡ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എഗെയിൻ 240 ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 305 ഓൾ ടൈം ഹൈ 304.7 ആണ്. എഗെയിൻ ആ ഒരു ഓൾ ടൈം ഹൈ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നു. എക്സൈറ്റിനെ സംബന്ധിച്ച് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ഇപ്പോഴത്തെ രീതിയിൽ മൂവ് ചെയ്യുന്നത്. അതുതന്നെയാണ് സ്റ്റോക്കിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. ദെൻ അശോക് ലേലൻഡ് ആണ്. അശോക് ലേലൻഡ് ഒരു 167 വരെ ഹൈ പോയതിന് ശേഷം നമുക്കറിയാം റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ന്യൂസുകളൊക്കെ തന്നെ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയാനുള്ളൊരു സാധ്യത വിലയിരുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. പക്ഷേ ലോങ് ടൈം വ്യൂവിൽ ആക്സിൽ റേറ്റ് ഇൻക്രീസ് ചെയ്തു, ഇങ്ങനെയുള്ള ന്യൂസുകൾ, ആക്സിസ് റേറ്റ് ഇൻക്രീസ് ചെയ്തു, അതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടും 30% ആക്സിൽ റേറ്റ് അല്ലെങ്കിൽ ലോഡ് ഇൻക്രീസ് ചെയ്ത് ഇവരെ സംബന്ധിച്ച് കുറച്ച് നെഗറ്റീവായിരുന്നു. സെയിൽസ് കുറയാനുള്ളൊരു പോസിബിലിറ്റി, അതാണ് പ്രധാനമായിട്ടും ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു റീസൺ. അപ്പോൾ അഗൈൻ 112 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ടാണ്. അതൊരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ തന്നെയാണ്. 135 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ അശോക് ലേലൻഡിനെ സംബന്ധിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് 1 month അല്ലെങ്കിൽ 2 months കൊണ്ട് സ്റ്റോക്ക് റൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മേടിച്ച റേറ്റിൽ നിന്ന് കുറയരുത് എന്നുള്ളൊരു പിടിവാശിയൊന്നും നമുക്ക് ആവശ്യമില്ല. അശോക് ലേലൻഡ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം സ്റ്റോറിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എക്വിറ്റി എന്ന് പറയുന്നത് ലോങ് ടൈം അസറ്റ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു കമ്പനിയുടെ ഫ്യൂച്ചറാണ് ബൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ബൈ ചെയ്യുന്നത്. അതോടുകൂടി ഒരു പേഷ്യൻസോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യുക. ഞാനതാ നേരത്തെ പറഞ്ഞ ഒരു 10-year ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ പല സ്റ്റോക്കിലും പല രീതിയിലുള്ള കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കറക്ഷനൊക്കെ ഓവർകം ചെയ്യാൻ നല്ല കമ്പനികൾക്ക് സാധിക്കും. ആ രീതിയിൽ അശോക് ലേലൻഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ദെൻ സൺഫാർമയാണ്. സൺഫാർമയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ ഒരു ബെനിഫിഷ്യറിയാണ്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. എനിക്കത് 2 എപ്പിസോഡ് മുമ്പ് 620 ലെവൽ ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ഇപ്പോഴത്തെ രീതിയിൽ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത് എഗൈൻ ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 590 ആണ്. ഈവൻ 620 ലെവൽ പോലും ഒരു മൈനർ സപ്പോർട്ട് ലെവലാണ്. 620 ഫസ്റ്റ് സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ആ ഒരു ലെവലിൽ നിന്നും
ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു എന്തായാലും ലോങ് ടേം വ്യൂവിൽ സൺഫാർമ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 680 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. റീസെൻ്റായിട്ട് 680 വന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ കറക്ഷൻ മോഡിലേക്ക് 626 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന നമ്മളുടെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ചില ന്യൂസുകൾ തന്നെയാണ്. ദെൻ ഫെഡറൽ ബാങ്ക് ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇയർലി ഹൈ എന്ന് പറയുന്നത് 127 ആണ്. അസറ്റ് ക്വാളിറ്റിയിൽ വന്ന ചില മോശം, അതുപോലെ തന്നെ NPA കൂടുന്നു, റിസൾട്ട് മോശമായിരുന്നു. എന്നാൽ റീസെൻ്റായിട്ട് നമ്മുടെ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസൊക്കെ തന്നെ ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫെഡറൽ ബാങ്ക് കറക്റ്റ് ചെയ്തത്. ദെൻ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഹൗസിംഗ് ഫിനാൻസ്, NBFC ലിക്വിഡിറ്റി ക്രഞ്ച്, ഇതൊക്കെ തന്നെ ഫെഡറൽ ബാങ്കിനെയും എഫക്റ്റ് ചെയ്തു. എഗെയിൻ 64 ആണ്. 64 വരാനുള്ള പോസിബിലിറ്റി അല്ല, ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ഒരു വാല്യൂ ബൈയിങ് ലെവൽ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം 100 എബോവ് ബൈ ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ ആവറേജ് ചെയ്യുന്ന തീർച്ചയായിട്ടും നന്നായിരിക്കും. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 70 ബിലോ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച്. ദെൻ BPCL ആണ്. BPCL ഒക്കെ ഒരു റിക്കവറി പാത്തിലാണ്, ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. എഗൈൻ റിക്കവറിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ രീതിയിൽ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് BPCL മൂവ് ചെയ്യുന്നത്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 551 ആണ് ഹൈ, ഇയർലി ഹൈ എന്ന് പറയുന്നത് 551 ആണ്. ഇപ്പോഴത്തെ ലെവൽ 244, ഇപ്പോൾ 324 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. എഗൈൻ 333 ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 373 ലെവലാണ് കറണ്ട് ട്രേഡിംഗ് നടക്കുന്നത്. 333 ലെവലിലേക്ക് സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാണ്. BPCL ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. 428 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ ഈ BPCLനെ സംബന്ധിച്ച് വാല്യുവേഷൻ ഫെയർ ആണ്. ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് ഈ സെക്ടർ എല്ലാം തന്നെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെല്ലാം മൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചും ചെറിയ റിസ്ക് ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നു. കുറച്ചുകൂടെ എനിക്ക് അടുത്ത ഓട്ടോമൊബൈൽ സെയിൽസ് വന്നതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ 23,000 ബിലോ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ദെൻ ഇന്ത്യബുൾ ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇപ്പോഴത്തെ രീതിയിൽ ഈ സെക്ടറിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ഇന്ത്യബുൾ ഹൗസിംഗ് ഫിനാൻസിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു നല്ലൊരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത് LIC ഹൗസിംഗ് ഫൈനാൻസ് ആയിരിക്കും. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ആവറേജ് ചെയ്യണമെങ്കിൽ പോലും കുറച്ചുകൂടെ ബെറ്റർ LIC ഹൗസിംഗ് ഫൈനാൻസ് ആയിരിക്കും. കുറച്ചുകൂടി സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. 748 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 748 ആണ്. ദെൻ IndusInd ബാങ്ക് ആണ്. IndusInd ബാങ്കും ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ട് ഒരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. അഗൈൻ 1585 ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. കാരണം നല്ല കോർപ്പറേറ്റ് ഗവേണൻസും നല്ല പ്രോഫിറ്റബിലിറ്റിയുള്ള നല്ല ബാങ്കാണ്. ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. 2000 എബോവ് ആയ സ്റ്റോക്ക് ഒരു 400 rupees കറക്ഷൻ വന്നു ഓൾറെഡി. അപ്പോൾ എഗെയിൻ അടുത്തൊരു കറക്ഷനോട് കൂടി ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ റൈഡ് മിസ് ചെയ്തവരെ സംബന്ധിച്ച് അവരുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. എല്ലാ സ്റ്റോക്കിലും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ഇതിനു മുമ്പ് കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ കറക്ഷനിൽ നിന്ന് വളരെ ഷാർപ്പായുള്ള റൈഡും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊരു ഫിയറിൻ്റെ ആവശ്യമില്ല. നല്ല സ്റ്റോക്കുകൾ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ ഒരു ഫിയർ നമ്മളെ ഹോണ്ട് ചെയ്യും, അതിൻ്റെ ആവശ്യമില്ല. IndusInd ബാങ്ക് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എഗൈൻ 1899 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക്. രണ്ട് ബാങ്ക്, IndusInd ബാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര ആണെങ്കിലും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 1030 ആണ്. ആ 1030 വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 1030 വരികയാണെങ്കിൽ അതൊരു ഡീപ്പ് ഡിസ്കൗണ്ട് തന്നെയാണ്. ഏകദേശം 1400 ലെവൽ വരെ ഈ സ്റ്റോക്ക് കഴിഞ്ഞ റിസൾട്ടിന് ശേഷം മൂവ് ചെയ്തതാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ഒരു കറക്ഷൻ മോഡിലേക്ക്. ഇപ്പോൾ നമ്മൾ എല്ലാ സ്റ്റോക്കുകളും എടുക്കുകയാണെങ്കിൽ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് എല്ലാം ഒരു 25-30% ഹൈ ആണ്. അപ്പോൾ അവിടെ നിന്നും പല സ്റ്റോക്കുകളും 25-30% കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ ആണെങ്കിൽ 40-50% കറക്റ്റ് ചെയ്ത പല സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇത് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 1340 ആണ് കോട്ടക് മഹീന്ദ്രയുടെ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളുടെ സെലക്ഷൻ എല്ലാം തന്നെ നല്ലതാണ്. ഇതിൽ 1-2 സ്റ്റോക്കുകൾ മാറി കുറച്ചും കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതിയിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ അഡാപ്റ്റ് ചെയ്യാവുന്നൊരു സ്ട്രാറ്റജി.
വളരെ നന്ദി ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ ആഴ്ച നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയും ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുമാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററിയായി പ്രവർത്തിക്കുന്ന CDSL ആണ്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ സെക്യൂരിറ്റീസ് ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിൽ സൂക്ഷിക്കുകയും അവയുടെ ട്രാൻസ്ഫർ ഇൻവെസ്റ്റേഴ്സിനും ബ്രോക്കേഴ്സിനും കോർപ്പറേറ്റ്സിനും ഇൻഷുറൻസ് കമ്പനീസിനും എളുപ്പമാക്കുകയും ചെയ്യുക എന്നതാണ്. ലിസ്റ്റഡ് അല്ലാത്ത കമ്പനികളും ഒക്ടോബർ 2 മുതൽ ഷെയർസ് നിർബന്ധമായും ഡിമാറ്റ് ചെയ്യണമെന്ന ഗവൺമെന്റിന്റെ നയം CDSLന് ഗുണകരമാണ്. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷം ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും റവന്യൂവിൽ 12% വർധന ഉണ്ടായിട്ടുണ്ട്. വരും വർഷങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട്സ് കൂടാൻ സാധ്യതയുള്ളതിനാൽ ദീർഘകാല നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതും ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായും പരിഗണിക്കാവുന്ന സ്റ്റോക്കുമാണ് CDSL. CDSL 2019 ടാർഗറ്റ് പ്രൈസ് ₹311. ഈ ആഴ്ച ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. ഓഹരിയും ഓഹരി അധിഷ്ഠിത ലാർജ് ക്യാപ് കമ്പനീസിന്റെ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫണ്ടിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 12%, 3 വർഷത്തെ ശരാശരി റിട്ടേൺ 14%, 5 വർഷത്തെ ശരാശരി റിട്ടേൺ 16%. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ 36% ഫിനാൻഷ്യൽ സർവീസസിലും, 12% ഓട്ടോ സെക്ടറിലും, 10% ടെക്നോളജിയിലും, 7% FMCG സെക്ടറിലുമാണ്. ഈ ഫണ്ട് അതിന്റെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റിയെ ബീറ്റ് ചെയ്യുന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് സൈസ് 2,839 crore, NAV ₹27, മിനിമം ഇൻവെസ്റ്റ്മെന്റ് ₹5,000 ആൻഡ് മിനിമം SIP ₹1,000. മാർക്കറ്റ് വാച്ചിന്റെ ലക്കം അവസാനിക്കുകയാണ്. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asiananews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.